അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട്. ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണെങ്കിൽ സമ്മാനമുണ്ട്. അപ്പോൾ എളുപ്പമുള്ള ചോദ്യം തന്നെ ആയിക്കോട്ടെ. എളുപ്പമുള്ള ചോദ്യം നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ചോദ്യം ചോദിക്കാം, എന്നിട്ട് ആൻറ്റി തീരുമാനിക്കും. അപ്പോൾ ചോദ്യം ചോദിക്കാം. അപ്പോൾ നമ്മൾ സ്വർണ്ണത്തിനെ കുറിച്ചാണ് നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പോൾ സ്വർണ്ണം എന്ന് പറയുന്നത് കുറേ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഏത് രാജ്യക്കാരാണ് സ്വർണം ആദ്യമായി കണ്ടുപിടിച്ചത്? എനി ഐഡിയ? ഏത് രാജ്യക്കാരാണ്? നമ്മളൊക്കെ ഇന്ത്യക്കാരാണ്. അപ്പോൾ ഇന്ത്യക്കാരായിരിക്കും, വേറെ ഏതെങ്കിലും രാജ്യക്കാരായിരിക്കും? ഇന്ത്യ അല്ല. ഇന്ത്യ അല്ല. ഓക്കെ. സിംഗപ്പൂർ. സിംഗപ്പൂർ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ആൻസേഴ്സ് ഉണ്ടോ? ഒന്നുമില്ല. ഒരു മിനിറ്റ്, കുറച്ചുകൂടെ സമയം വേണമെന്ന് തോന്നുന്നു. അപ്പൊ ഇന്ത്യ അല്ല, എന്തായാലും സിംഗപ്പൂർ എന്ന് ഇന്ത്യ അല്ല എന്നാണ് എനിക്ക് വിശ്വാസം. മലേഷ്യ ആണോ? അങ്ങനെ ആണോന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല. അല്ല, ഒരു ക്ലൂ, ഒരു ചെറിയ ക്ലൂ തന്നാല. ചെറിയ ക്ലൂ ഒക്കെ തരുമ്പോ നമ്മള് പിന്നെ അത് അങ്ങോട്ടേക്ക് സ്പോയിൽ ആയാലോ? അങ്ങനെ എങ്ങനെയാ സ്പോയിൽ ആവുന്നേ? എന്നാലും ചെറിയ ക്ലൂ. ഇപ്പൊ കരോട്ട്പതിയിലൊക്കെ ചെറിയ ക്ലൂ കൊടുക്കുന്നില്ല? ഓഹോ, അതവിടെ കോടികൾ. ഇതിവിടെ നമ്മള് എനിക്കത് അറിയായിരുന്നു, പക്ഷെ ഇപ്പൊ അത്ര ഓർമ്മ വന്നില്ല. കുവൈറ്റ് പറയണോ കാബൂൾ പറയണോ? കുവൈറ്റ് പറയണോ കാബൂൾ പറയണോ? 7 ഏതാ പറയണ്ട? പറയൂ. ഏത് പറയണോ? വെയിറ്റ്, സമയം തീരാൻ പോവാണ്. ഒരു മിനിറ്റ് സ്ലോലി ഉണ്ട്. സ്ലോ ആയിട്ട് തന്നെയാണ് എന്നെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ പഠിപ്പിച്ചത്. 9 9. കുവൈറ്റ്. കുവൈറ്റ് 10. കുവൈറ്റ് കൺഫേം ചെയ്തു. കുവൈറ്റ് കൺഫേം ചെയ്തു. അമ്മായി എന്ത് പറയുന്നു അത് തന്നെ, വേറെ ഒരു ഓപ്ഷനും ഇല്ല അല്ലേ? ഇവിടെ അമ്മായിയുടെ വാക്ക് തന്നെയാണ് അല്ലേ? അങ്ങനെ. അപ്പൊ കുവൈറ്റ്, സോറി, കുവൈറ്റ് അല്ല. കുവൈറ്റ് അല്ല. പിന്നെ നമ്മൾ എന്തായാലും ആൻസർ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അടുത്തൊരു എപ്പിസോഡിൽ പറയും. പക്ഷെ അതിനു മുൻപ് നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടെ നമ്മളൊരു ചാൻസ് കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്. സ്വർണം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഏത് രാജ്യക്കാരാണ് കണ്ടുപിടിച്ചത്? അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയുകയാണെങ്കിൽ പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യും. അതിൽ നിന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഒരു സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. നല്ല കാര്യമല്ലേ? നല്ലതാണ്. യെസ്. അപ്പൊ ആ ഒരു സമ്മാനം അവരാരാന്ന് വെച്ചാൽ പ്രേക്ഷകർ എടുത്തോട്ടെ എന്ന്. ഓക്കെ, ഫൈൻ. അപ്പൊ എടുത്തോട്ടെ. അപ്പോൾ വിനോദിനി ചേച്ചിയുടെ ഫാമിലിയുടെ ഒക്കെ കൂടെ നമ്മൾ ഒരുപാട് നിമിഷങ്ങൾ പങ്കിട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഗോൾഡൻ മൊമെന്റ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ശരിക്കും അർത്ഥവത്തായിരിക്കുകയാണ്. ഒരുപാട് സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട ഒരുപാട് മൊമെന്റ്സ് ആണ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ വക ഒരു കുഞ്ഞു സ്നേഹോപഹാരം വാങ്ങല്ലേ? ഓക്കെ. അപ്പം മനോഹരമായി തന്നെ നല്ല ഭംഗിയിൽ എല്ലാരും ചിരിച്ചുകൊണ്ട് എല്ലാരും പിടിച്ചോ. യെസ്, നമ്മുടെ ഒരു സന്തോഷാണ്. യെസ്, ദാ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒരുപാട് വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ നമ്മൾ പങ്കുവെച്ചത്. ഒരുപാട് സ്വർണ്ണങ്ങളൊക്കെ നമ്മൾ കണ്ടു, കളക്ഷൻസ് ഒക്കെ കണ്ടു. എല്ലാം ഇഷ്ടായി. മൊത്തത്തിൽ എല്ലാവരും ഹാപ്പിയാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗോൾഡൻ മൊമെന്റ്സിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി പുതിയൊരു എപ്പിസോഡുമായി പുതിയൊരു ഗോൾഡൻ മൊമെന്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.